ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ദേ കാണുന്ന മുരിങ്ങയില വെച്ചൊരു നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായി ഞാൻ ഇത്രയും മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു സവാളയായിട്ട് എടുത്തിരിക്കുന്നത്. സവാള അരിഞ്ഞെടുത്തു. എന്നിട്ട് നമ്മുടെ മുരിങ്ങയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇത്രയും മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ചൊരു 1/4 ഗ്ലാസ് റവയും കൂടി എടുത്തിട്ടുണ്ട്. ആ റവയും കൂടി ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കൈയോട് കുഴച്ച് കൊടുത്തു. നന്നായിട്ടെല്ലാം മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുത്തു. നമ്മുടെ മുരിങ്ങയിലയായാലും സവാളയായാലും നമ്മളിട്ട പൊടിയായാലും എല്ലാം നല്ലവണ്ണം മിക്സ് ആകാൻ വേണ്ടിയിട്ടോ ഞാനിങ്ങനെ കുഴച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ അരിപ്പൊടിയാണ്. ഞാനിവിടെ അരിപ്പൊടി എന്ന് പറയുന്നത് പത്തിരിപ്പൊടി അതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. നല്ല ലൂസാവാൻ പാടില്ല, ഒരു കുറച്ച് കട്ടി രൂപത്തിലാട്ടോ കിട്ടേണ്ടത്. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. ഞാനത് ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നു. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുണ്ടാക്കിയ മാവില്ലേ, അത് കുറച്ചായി എടുത്തിട്ട് ഇത് ഇങ്ങനെ എടുത്ത് കുറച്ച് പരത്തി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ കാണുന്ന പോലെ ഇട്ട് കൊടുക്കാം. ഓരോ ട്രിപ്പിലും 3 വെച്ചിട്ടാട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളിങ്ങനെ മുരിങ്ങയില തോരനോ മുരിങ്ങയില കറിയൊന്നോ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. നല്ല ടേസ്റ്റാട്ടോ. എൻ്റെ കുട്ടികൾ മുരിങ്ങയില തോരനോ മുരിങ്ങയില കറിയൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. നമ്മുടെ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലവണ്ണം കഴിച്ചോളും. നല്ല ഹെൽത്തിയുമാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.